ഹായ് ഹായ് ഹായ്. അപ്പോൾ ഇന്ന് മാഷ് എത്തിയിട്ടുള്ളത് നമ്മുടെ 6ാം ക്ലാസ്സിന്റെ മാത്സ് എക്സാമിന് ഇത് ചോദിക്കാതെ ഈ ചോദ്യം ചോദിക്കാതെ അങ്ങോട്ടൊരു പരീക്ഷയില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്രയും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ടാണ് മാഷ് എത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ചാനൽ പുതിയതാണ്, അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഇനി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. എല്ലാ ഫ്രണ്ട്സിനും കൂട്ടിയിട്ട് തന്നെ വരാം കേട്ടോ. നിങ്ങൾ എത്രത്തോളം ഫ്രണ്ട്സിനെ കൂട്ടി വരുന്നു അതിനനുസരിച്ച് ഇനി അങ്ങോട്ട് എനിക്ക് എക്സാമിന് ഇതുപോലെ ഉറപ്പിക്കാവുന്ന ഒരിക്കലും ഒരു മിസ്സാവാത്ത അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമായിട്ട് ഓരോ വിഷയത്തിൻ്റെയും ടീച്ചർമാരെത്തും. അപ്പോൾ നിർബന്ധമായിട്ടും ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടിയിട്ട് വരാൻ വേണ്ടി മറക്കാതിരിക്കുക കേട്ടോ. ഫ്രണ്ട്സിനെ കൂട്ടി വരുന്നതിന് ശേഷം തുടർന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അത്രയും പ്രധാനപ്പെട്ട ചോദ്യമാണ് മാഷ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. വേറെ ഒന്നുമല്ലത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ക്ലോക്കിൻ്റെ ചോദ്യമാണ്. പലർക്കും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ചോദ്യമാണിത്. എന്താന്ന് വെച്ചാൽ ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള ആംഗിൾ കണ്ടെത്താനാണ്. നിങ്ങൾ പല രീതിയിലും പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അതൊന്നല്ലാതെ ഏറ്റവും സിമ്പിളായിട്ട് ഇത് പഠിക്കേണ്ട ഇത് ഈ ഒരൊറ്റ വീഡിയോയിൽ മാഷ് നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പഠിച്ചു തുടങ്ങാം അല്ലേ. ഇവിടെ നോക്കിക്കേ, ക്ലോക്കിൽ എത്ര സമയം നോക്കാനൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. മണിക്കൂർ സൂചി 2-ലാണ്, അപ്പോൾ 2. മിനിറ്റ് സൂചി എവിടെയാണ്? 12-ലാണ്. മിനിറ്റ് സൂചി 12-ലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2 മണി, 2 o'clock എന്ന് പറയാം അല്ലേ. ഇനി മിനിറ്റ് സൂചി 1-ലായിരുന്നെങ്കിൽ എന്താ പറയാ? മണിക്കൂർ സൂചി 2-ലാണ്ട് 2 തന്നെ. മിനിറ്റ് സൂചി 1-ലാണെങ്കിൽ മിനിറ്റ് സൂചി ഓരോ നമ്പറിൽ എത്തുമ്പോൾ എന്താ? 5ന്റെ ഗുണനപ്പട്ടിക പോലെ, 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോലെയാണ് അല്ലേ. മിനിറ്റ് സൂചി 1-ലാണെങ്കിൽ നമ്മൾ എന്താ പറയാ? 2. മണിക്കൂർ സൂചി 2-ലാണ്ട് 2, മിനിറ്റ് സൂചി 1-ലാണെങ്കിൽ 5 എന്ന് പറയും. 2, 5 എന്ന് പറയും അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും സമയം നോക്കാൻ അറിയാം. എന്തായാലും അതിലോട്ട് മാഷ് പോകുന്നില്ല. അപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടത് മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള ആംഗിളാണ്. ഇവിടെ 2 മണിയാണ് അല്ലേ. 2 മണിക്ക് മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള ആംഗിൾ നമ്മൾ കാണണം. 2 മണിക്ക് നോക്കിക്കേ, നമ്മൾ മണിക്കൂർ സൂചി കൃത്യം എവിടെയാണുള്ളത്? 2 മണിക്ക് നമ്മൾ മണിക്കൂർ സൂചി കൃത്യം 2 എന്നുള്ള നമ്പറിന് നേരെയാണ് അല്ലേ. 2 എന്നുള്ള നമ്പറിന് നേരെയാണ് കൃത്യം നമ്മൾ മണിക്കൂർ സൂചി. മിനിറ്റ് സൂചിയോ? മിനിറ്റ് സൂചി കൃത്യം 12 എന്നുള്ള നമ്പറിന് നേരെയാണ്. മണിക്കൂർ സൂചി 2 എന്നുള്ള നമ്പറിന് നേരെയും ഈ മിനിറ്റ് സൂചി 12 എന്നുള്ള നമ്പറിന് നേരെയും. നമ്മളിത് ഈ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള ആംഗിള് എത്ര ഡിഗ്രിയാണെന്ന് കണ്ടെത്തേണ്ടത്. എങ്ങനെ കണ്ടെത്താം? വളരെ സിമ്പിളാണ്. എങ്ങനെയാണെന്ന് അറിയോ? നമുക്കറിയാം, നമ്മുടെ ക്ലോക്കിൽ ഇതാ ഓരോ നമ്പറും ഉണ്ട്. ഈ നമ്പറിൻ്റെ ഇടയിലൊക്കെ ഓരോ ഗ്യാപ്പ് ഉണ്ട് അല്ലേ. ഈ 12 എന്നുള്ള നമ്പർ കേട്ടുള്ള നമ്പർ ഏതാ? 1-ആണ്. ഈ 12നും 1-നും ഇടയിലുള്ള ഓരോ ഗ്യാപ്പ് ഉണ്ട്. ഈ ഓരോ ഗ്യാപ്പും എത്ര ഡിഗ്രിയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് 2 മണി എത്ര ഡിഗ്രിയാണ് മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിൽ കണ്ടെത്താൻ വേണ്ടി കഴിയും. നോക്കിയാലോ? അവിടെ നോക്കേ, ഒരു ഗ്യാപ്പ് എന്ന് വെച്ചാൽ പഠിച്ചു വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു ഗ്യാപ്പ് എന്ന് വെച്ചാൽ 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 2 മണിക്ക് മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിൽ എത്ര ഗ്യാപ്പ് ഉണ്ട് നോക്കിയാൽ പോരെ. ഇവിടെ നോക്കിക്കേ, 12 മുതൽ 1 വരെ എത്രയായി? ഒരു ഗ്യാപ്പായി. ഒരു ഗ്യാപ്പ് എന്ന് വെച്ചാൽ എന്താ? 30 ഡിഗ്രിയാണ്. ഇനിയുണ്ടോ? ഉണ്ട്. ഇനി ഒരു ഗ്യാപ്പും കൂടെ ഉണ്ട് അല്ലേ. നമ്മളെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിൽ ഇനി ഒരു ഗ്യാപ്പും കൂടെ ഉണ്ട്. അപ്പോൾ ഒരു ഗ്യാപ്പ് 30 ഡിഗ്രി, അടുത്ത ഗ്യാപ്പ് ഇതും എന്താ? 30 ഡിഗ്രി. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞേ 2 മണിക്ക് മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള ആംഗിൾ എന്താ? 2 ഗ്യാപ്പുകളാണുള്ളത്. ഓരോ ഗ്യാപ്പ് 30 ഡിഗ്രി. 30 കൂട്ടണം 30 ആയിരിക്കും അല്ലേ. 30 കൂട്ടിയാൽ എത്രയും 60. അപ്പോൾ 2 മണിക്ക് മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള ആംഗിൾ എത്ര ചോദിച്ചാൽ കിട്ടി. അത് തന്നെയാണ് ഉത്തരം. എന്താണ്? 60 ഡിഗ്രി. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം സിമ്പിൾ ആയിട്ടുണ്ടാവും ചോദ്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യങ്ങൾ സ്വന്തമായിട്ട് പെട്ടെന്ന് ഉത്തരം പറയാൻ കേട്ടോ. അപ്പോൾ നോക്കി, എത്ര സമയം? 3 മണിയാണ് അല്ലേ. 3 മണിക്ക് എന്താ? നമ്മുടെ മണിക്കൂർ സൂചി കൃത്യം 3-ന് നേരെയാണ് അല്ലേ. 3 മണി എന്ന് പറയാനുള്ള കാരണം എന്താ? കാരണം മിനിറ്റ് സൂചി 12-ലാണ്. മിനിറ്റ് സൂചി 1-ലാണെങ്കിൽ നമ്മൾ എന്താ പറയുക? 3-5 പറയണം അല്ലേ. ഇനി മിനിറ്റ് സൂചി നീളം കൂടി സൂചി 2-ലാണെങ്കിൽ നമ്മൾ എന്താ പറയുക? 3-10 എന്ന് പറയും. മിനിറ്റ് സൂചി 12-ലായിട്ട് നമുക്ക് എന്ത് പറയാം? 3 മണി, 3 o'clock എന്ന് പറയാം. 3 o'clockന് 3 മണിക്ക് മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള ആംഗിൾ നമ്മൾ കണ്ടെത്തേണ്ടത്. മിനിറ്റ് സൂചി കൃത്യം 12-ലാണ്. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ എന്തായിരിക്കും? എത്ര ഗ്യാപ്പുകൾ ഉണ്ട് നോക്കിയാൽ മതി. എത്ര ഗ്യാപ്പുകൾ ഉണ്ട്? 12 മുതൽ 1 വരെ ഒരു ഗ്യാപ്പ്.
അപ്പോൾ ഒരു 30 ഡിഗ്രി 1 മുതൽ 2 വരെ അടുത്ത ഗ്യാപ്പ്, അപ്പോൾ വീണ്ടും 30 ഡിഗ്രി 2 മുതൽ 3 വരെ അടുത്ത ഗ്യാപ്പ്, അപ്പോൾ വീണ്ടും 30 ഡിഗ്രി. അപ്പോൾ എത്ര ഗ്യാപ്പുകളുണ്ട്? 3 ഗ്യാപ്പ്. അപ്പോൾ 3 മണിക്ക് മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? സിമ്പിളായിട്ട് നമുക്ക് കിട്ടി. എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി അല്ലെ. 3:30 3:30 കൂട്ടിയാൽ എത്രയും 90 കിട്ടും. 90 ഡിഗ്രിയാണ് എന്ത്? മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള ആംഗിൾ. സിമ്പിൾ. അപ്പം അങ്ങനെയാണെങ്കിൽ 4 മണിക്കോ ഒരു 30 കൂടി കൂട്ടിയാൽ മതി. ഇപ്പം എത്രയായി സമയം? 6 മണി. 6 മണിക്കോ എത്ര ഗ്യാപ്പുകളുണ്ട് നോക്കിയാൽ മതി. 1 2 3 4 5 6 ഗ്യാപ്പുകൾ ഉണ്ട് അല്ലേ. 6 മണിക്ക് മണിക്കൂർ സൂചി 6-ലും മിനിറ്റ് സൂചി 12-ലാണ് കൃത്യം. അപ്പോൾ എത്ര ഗ്യാപ്പുകളുണ്ട്? 1 2 3 4 5 6 ഗ്യാപ്പുകൾ. അപ്പോൾ 6 പ്രാവശ്യം 30 കൂട്ടിയാൽ മതി അല്ലേ. 6 പ്രാവശ്യം 30 കൂട്ടിയാൽ എന്താ? 30 കൂട്ടണം 30 കൂട്ടണം 30 കൂട്ടണം, അങ്ങനെ 6 പ്രാവശ്യം കൂട്ടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 30 × 6 ചെയ്താൽ നമുക്ക് സെയിം ഉത്തരം കിട്ടും. എത്ര കിട്ടും? 6 0 0 6 3 18. ഇതാ കിട്ടില്ല. എത്രയും 180 കിട്ടും. 180 ഡിഗ്രിയാണ് എന്ത്? 6 മണിക്ക് മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള ആംഗിൾ. എത്രയും 180 ഡിഗ്രി 180 ഡിഗ്രി. സിമ്പിൾ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുക എന്താണെന്നറിയോ? ഇതുവരെ നമ്മൾ പറഞ്ഞ ചോദ്യത്തിലൊക്കെ നമ്മൾ മിനിറ്റ് സൂചി എന്തിലായിരുന്നു? 12-ലായിരുന്നു. 12-ന്ന് മാറിയിട്ടില്ല അല്ലേ. 12-ലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത്ര മണി എന്ന് പറയാം. അപ്പോൾ 2 മണി എന്ന് ഇതിനെ നമുക്ക് വിളിക്കാം. ഇതിനെന്താ? 3 മണി 3 o'clock എന്ന് വിളിക്കാം. ഇത് നമുക്ക് എന്താ? 6 മണി 6 o'clock എന്ന് വിളിക്കാം അല്ലേ. ഇവിടെയൊക്കെ മിനിറ്റ് സൂചി 12-ലാണ്. പക്ഷേ ഒരു കാര്യം, നമ്മൾ മിനിറ്റ് സൂചി 12-ന്ന് അഥവാ നീങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, മിനിറ്റ് സൂചി 12-ന്ന് നീങ്ങി. ഇവിടെ എന്താ പ്രശ്നം പറ്റിയത്? മിനിറ്റ് സൂചി 12-ന്ന് നീങ്ങി 1-ലെത്തിയപ്പോൾ കൃത്യം എന്താ 1 എന്നുള്ള നമ്പറിലെത്തിയപ്പോൾ മണിക്കൂർ സൂചിക്ക് ചെറിയൊരു പ്രശ്നം പറ്റി. ഇപ്പൊ നമ്മൾ മണിക്കൂർ സൂചി നോക്കിക്കേ, കൃത്യം 6-ലാണോ? 12-ലായപ്പോൾ കൃത്യം 6 എന്നുള്ള നമ്പറിന് നേരെയായിരുന്നു. മിനിറ്റ് സൂചി 12-ലായപ്പോൾ മണിക്കൂർ സൂചി കൃത്യം 6 എന്നുള്ള നമ്പറിന് നേരെയായിരുന്നു. പക്ഷെ മിനിറ്റ് സൂചി 12-ൽ നിന്ന് 1-ലോട്ട് എത്തിയപ്പോൾ മണിക്കൂർ സൂചി എന്താ? കുറച്ചങ്ങോട്ട് നീങ്ങി അല്ലേ. വീണ്ടും നോക്കിക്കേ, 2-ലോട്ട് എത്തിയപ്പോൾ വീണ്ടും കുറച്ചുകൂടെ നീങ്ങി. ശ്രദ്ധിച്ചോ? അതെ, 2-ലെത്തിയപ്പോൾ കുറച്ചുകൂടെ മണിക്കൂർ സൂചി അങ്ങോട്ട് നീങ്ങി. വീണ്ടും 3-ലെത്തിയപ്പോൾ നോക്കിക്കേ, കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങി. അപ്പോൾ വീണ്ടും 4-ലെത്തിയപ്പോൾ നോക്കിക്കേ, വീണ്ടും കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങി. ഇനി മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കായിട്ടുള്ള ആംഗിൾ കാണാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കണ്ടെത്തുക? നമ്മുടെ മിനിറ്റ് സൂചി 12-ൽ നിന്ന് ഇങ്ങനെ നീങ്ങുന്നതിനനുസരിച്ച് മണിക്കൂർ സൂചി ആ സംഖ്യയിൽ നിന്ന് തൊട്ടടുത്ത സംഖ്യയിലോട്ട് ഇങ്ങനെ സാവധാനം നീങ്ങും. അങ്ങനെ മിനിറ്റ് സൂചി 12-ൽ നിന്ന് ഇങ്ങനെ കറങ്ങി 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 തിരിച്ച് 12-ലോട്ട് എത്തുമ്പോഴേക്കും മണിക്കൂർ സൂചി എന്താ? ആ നമ്പറിന് തൊട്ടടുത്ത നമ്പറിലോട്ട് സാവധാനം നീങ്ങി എത്തിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ മിനിറ്റ് സൂചി 12-ൽ നിന്ന് ഇങ്ങനെ നീങ്ങി 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 4-ലെത്തിയപ്പോൾ മിനിറ്റ് സൂചി 4-ലെത്തിയാൽ എന്താ? 20 മിനിറ്റ് എന്ന് പറയാം അല്ലേ. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്താ? മണിക്കൂർ സൂചി കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. അതെത്രയും നമുക്കറിയില്ല. അതറിയില്ലെങ്കിൽ ഇതിനുള്ള ഇടയിലുള്ള ആംഗിൾ കാണാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കൂലേ. ഇപ്പോൾ നമ്മുടെ മണിക്കൂർ സൂചി കൃത്യം 6-ലാണോ? അല്ല, 6-ൽ നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. ഇതെത്രയും നമുക്കറിയില്ല അല്ലേ. പക്ഷെ നമുക്ക് ആംഗിൾ കാണാൻ വേണ്ടി ശ്രമിച്ചാലോ? ഇവിടെ നോക്കിക്കേ, 4-നും 5-നും ഇടയിലുള്ള ആംഗിൾ എത്രയും? 30 ഡിഗ്രി. അതുപോലെ 5-നും 6-നും ഒരു ഗ്യാപ്പായി അല്ലേ. ഒരു മുഴുവൻ ഗ്യാപ്പ് എന്ന് വെച്ചാൽ എന്താ? 30 ഡിഗ്രി നമുക്കറിയാം. അപ്പോൾ 5-നും 6-നും ഇടയിൽ എന്താ? ഒരു 30 ഡിഗ്രി ഉണ്ട്. പക്ഷെ ഇതെന്താ? ഒരു മുഴുവൻ ഗ്യാപ്പ് ഉണ്ടോ? ഇല്ല. 6-നും 7-നും ഇടയിൽ എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. കാരണം എന്താ? അതിന് നടുവിലാണ്, കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടുള്ളൂ. കൃത്യം നടുവിൽ അല്ല അതിനും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇത് എത്ര ഡിഗ്രിയാണ് നമുക്ക് എങ്ങനെ കാണാം? ഈ കാര്യം അറിയുന്നവരുണ്ടെങ്കിൽ ഇതിന് ഉത്തരം കമൻറ്റ് ചെയ്യുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണിത്. ഇത് നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. എക്സാം തൊട്ട് മുമ്പത്തെ ദിവസം ഇതുപോലെ എക്സാം ഉറപ്പായിട്ട് വരുന്ന മിക്ക ചോദ്യങ്ങളും എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ വിഷയത്തിൻ്റെ ലൈവ് നമ്മുടെ 6ാം ക്ലാസ്സിൻ്റെ ഈ ചാനൽ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും അയക്കാനും മറക്കാതിരിക്കും. പക്ഷെ ഒന്നുകൂടെ പറയുകയാണ്, അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് സഹായകമാവുന്ന നോട്ടുകൾ നമ്മുടെ ചാനലുണ്ടായിരിക്കും. വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളും എല്ലാവരും നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യുക. വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് എല്ലാ നോട്ടുകളും അയച്ചു തരിക.
അപ്പം നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ടുള്ള ഓരോ എക്സാമിനും തൊട്ട് മുമ്പത്തെ ദിവസത്തിലുള്ള ലൈവിൽ കാണാം. എല്ലാവരും കൃത്യമായിട്ട് ലൈവ് ജോയിൻ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഇത് 6ാം ക്ലാസ്സിൽ ഫുൾ എ ഗ്രേഡ് ഉറപ്പിക്കാം കേട്ടോ. ഈ ഓണം എക്സാം മുതൽ തന്നെ നമുക്ക് ഫുൾ എ ഗ്രേഡ് നേടി അങ്ങോട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത ലൈവിൽ കാണാം. അടുത്ത ലൈവിലൊക്കെ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.